കൊച്ചി നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഇറാൻ എംബസിയുമായി പ്രത്യേക അന്വേഷണ സംഘം ആശയവിനിമയം നടത്തി. മധുവിനെ നാട്ടിലെത്തിച്ച് മൊഴിയെടുത്ത ശേഷമായിരിക്കും പ്രതി ചേർക്കുക. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. അവയവക്കടത്ത് കേസ് അത് നമ്മളാണ് 24 ആണ് അത് കൊണ്ടുവരുന്നത്, അത് ബ്രേക്ക് ചെയ്യുന്നതും 24 ആണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെ മുഖ്യ സൂത്രധാരൻ, അതായത് ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മധു, കൊച്ചി സ്വദേശി, അയാളെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്വേഷണ ഏജൻസി ആരംഭിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി ഇറാനിലെ എംബസിയുമായി പ്രത്യേക അന്വേഷണ സംഘം ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇയാളെ ഇവിടെ എത്തിച്ച് മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇയാളെ പ്രതി ചേർക്കാൻ പോകുന്നത് എന്നും അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നു. കേസിലെ ഇരയായ ഈ പാലക്കാട് സ്വദേശി ഷമീറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് കേസ് കടുപ്പിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇയാളുടെ ഒരു കിഡ്നി ഇയാൾ ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. പണം വാങ്ങി കിഡ്നി ഇറാനിലെത്തി കൊടുത്തതിന് ശേഷം ഇയാളുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. ഈ കൊണ്ടുപോയ ആളുകൾ ഇയാളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും മധു കൂടി ഇന്ത്യയിലെത്തട്ടെ, ഈ കേസുകളിൽ ഒരു കൃത്യമായ കണ്ടെത്തൽ ഉണ്ടാകട്ടെ എന്ന് കരുതാം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.